ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഇന്ന് ഞാനൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളെ ഒരു ഒഴിവ് ദിവസത്തെ വ്ളോഗാണിത്. അപ്പോൾ ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോകാം. രാവിലെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബർഗറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ പാറ്റീസൊക്കെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പാറ്റീസൊക്കെ നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ ഇതുപോലെ ബർഗർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പാറ്റീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ആവശ്യത്തിന് എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ചിന് ചിക്കൻ മക്ലൂബയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയ കാരണം അപ്സൈഡ് ഡൗൺ ആയിട്ടല്ല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുമ്പോൾ ആ രീതിയിലാണ് കിട്ടാറ്. അപ്പോൾ ഇത് നമ്മൾ ആ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് സെറ്റ് ചെയ്ത ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി. നമ്മളിത് 1/2 kg ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വലിയ ഇതുപോലത്തെ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അര കിലോ ചിക്കനും 1.5 കപ്പ് റൈസുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് കവർ ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കണം ലോ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ മക്ലൂബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള ടൊമാറ്റോ ചട്നി കൂടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ലെമൺ കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. പാർക്കൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ആ ചുറ്റുഭാഗത്ത് തന്നെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. വലിയ ചൂടൊന്നുമില്ല, നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ്. ഈ നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇത് ഫിഷിംഗ് പോട്ട് വരുന്നത്. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് ഫിഷ് കൂടി വാങ്ങിച്ചിട്ട് പോകാം.
അപ്പോൾ ഇത് നമ്മൾ ഫിഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിലെത്തി നമ്മൾ ആവശ്യത്തിനുള്ള ഫിഷൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫിഷ് ഞാൻ ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത ശേഷമാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 2 ആഴ്ച വരെ നമുക്ക് ഫിഷ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.